വെൽക്കം ടു ദിസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയാ, മറ്റേ എൻ്റെ അമ്മമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. ഇത് പിന്നെ പറയണ്ടല്ലേ, ഉണ്ണിക്കുട്ടനാണ്. ഇത് അവൻ നല്ല ഉറക്കാണ്. നല്ല രാവിലെ 4 മണിക്ക് ഇവരെന്റെ ഫോൺ എടുത്ത് വ്ളോഗ് ചെയ്യാണ് ഗൈസ്. നാളെ രാവിലെ രാവിലെ നേരത്തെ 4 മണിക്ക് എണീച്ചതാ. എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുക, അതുകൊണ്ട് ഇറങ്ങണ. ചെറുതായിട്ടൊന്ന് മയങ്ങി. വെൽക്കം ടു നിഷാന്ത് മേനോ യൂട്യൂബ് ചാനൽ. നീ ഒരു വർഷം പറഞ്ഞതല്ലേ, ഞാൻ അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്നോടെ ഇൻട്രോ പറഞ്ഞതാ. ഇത് എവിടെ ഒരാൾ ഫോണും കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഉറക്കമൊന്നുമില്ല, നീ ഉറങ്ങിയില്ലേ നീ? അപ്പം ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ പനച്ചിക്കാടും ഏറ്റവും ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് ഇവിടെ ചിറ്റയുടെ അടുത്ത് വന്നേക്കുവാണ്, ഇവിടെ പാലായിൽ. അപ്പം അതെ ഇവിടെ എന്താ പറയാ, ഉണ്ണിക്കുട്ടനും ഉണ്ട്. ഇനിയിപ്പം എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് കൂടെ വ്ളോഗ് എടുക്കാൻ ഒരാളും കൂടെ ഉണ്ട്. ചിറ്റ അതേ പോണു, ചോറിന് വ്ളോഗായിരുന്നു. ഈ മോളില് ഇവർക്ക് മറ്റേ കോഴി ഫാമുണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പം അവിടെ കോഴികളെ കാണാൻ വേണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലടാ? യെസ്. പാമ്പ് വല്ലതും ഉണ്ടോ എന്തോ കാട്ടിക്കട പോകുമ്പോ? യെസ്. ആ, മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇതാണ് ഒരു കോഴിയുടെ ഫാം. പിന്നെ മുകളിലും ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഇവിടെ അയ്യോ ഇപ്പൊ വീണേന്, എൻ്റെ പൊന്ന് ഇപ്പൊ വീണേന്. ഇവിടെ ഇച്ചിരി നാളായ കോഴിയാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വലിയ കോഴികളാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ വലിയ കോഴിയാണ്. മുകളിലത്തെ ചെറുതാ ഈ ഇടയ്ക്ക് വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് പോയി കാണാം. ഇവിടെ ചെറിയ കോഴികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കയറി നോക്കാം. ഇത് ലോക്കാണോ എങ്ങനെ? ഇതാ ഇങ്ങനെ പറക്കണ്ടേ. ഓക്കെ, അത് കണ്ടോ. ഓ വാവ്, തീരെ കുഞ്ഞതാട്ടെ. ഇവിടെ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഓ സൂപ്പർ. എടുക്കണ്ടേ ഇത് കണ്ടോ. അകത്തേക്ക് ഇരിക്കണി. ഇന്നുണ്ടോ? കടിക്കൊന്നുമില്ലടി. നീ കയറി ചെന്ന നല്ല രസാ. നീ കയറിക്കേ, കയറ പേടിക്കണ്ട, അങ്ങോട്ട് കയറി ചെന്നോ, ഒന്നും ചെയ്യില്ല. അതുപോലെ കുറേ ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്യില്ല നീ ഉമ്മ ഒച്ച വെപ്പിച്ചിങ്ങനെ. തീരെ ചെറുതല്ലേ. ഇപ്പോൾ ഇവിടെ ഉണ്ട്, അപ്പറയുണ്ട്. ഇത് അത്യാവശ്യം ഇതിനേക്കാളും കൂടുതൽ ഉള്ള വലിയ ഫാം അതാണെന്ന് തോന്നുന്നു. താഴത്തെ വലിയ കോഴികൾ കിടക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? എവിടെ കറപ്പൻ? ഒരെണ്ണം ആരാ? ഓടുവണ്ണ ഔട്ട്. ഇവനെ ആരുടെ? ഇവനിൻ്റെ എട്ടൊക്കെ എവിടുന്ന് വന്നു? ഗെറ്റ് ഔട്ട് ഹൗസ്. ഒരുത്തവൻ അതിൻ്റെ ഒന്ന് മാറി നടക്കണ്ട കേട്ടോ. അവന് മാത്രം ഒരു കളർ വ്യത്യാസം. കണ്ടോ ഇതുണ്ടോ? അവന് മാത്രം വേറെ കളറാണ്. ആമിക്കുട്ടി കണ്ടിട്ട് എൻ്റെ പൊന്നെ, ഇവള് വ്ളോഗ് ചെയ്യാൻ എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കട്ടോ. എന്നെക്കാളും നല്ലോണം വ്ളോഗ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും ക്യാമറ പൊക്കിക്കൊണ്ട് വന്നത്. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇത് വലുതല്ലേ? കാലൊന്നും വെക്കണ്ട. ഇത് ഇവിടെ ഇത് വേസ്റ്റ് ഒക്കെ ഉണ്ട് കുറെ. ഇത് ഇച്ചിരി വലിയതായ കോഴികളാണ്. മുട്ടയിടൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ വരുന്നത്. ഞങ്ങൾ കോഴികളെ കണ്ടു ഗേൾസ്. എന്നാടി നിനക്ക് കോഴിയെ കാണണ്ടേ? പോയി കണ്ടോ. വേണ്ട, എനിക്കൊന്നും വരാൻ പറ്റില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് കേട്ടോ. ഒരു വർഷം നടക്കാൻ പറ്റില്ല. അവർ പോയി കോഴികളെ കണ്ടിട്ടോട്ടെ. ഞാൻ ഒന്ന് കയറി ഇറങ്ങിയുള്ളൂ. ഞാൻ വേറൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം. ഇവിടെ മറ്റേ മുട്ടക്കോഴികളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്താ നമ്മുടെ അവിടത്തെ പോലെ കോവലൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ കോവയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടല്ലോ. അതുണ്ടോ?
ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഡോഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ലാബ്. ഹലോ ബോ. ഇവിടെ പാവാട്ടോ. പിന്നെ അത് ഇവിടെ ഒരു ചെറിയൊരു മീൻകുളം ഉണ്ട്. ഇടയ്ക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ അകത്തൊന്നുമില്ല. എന്ത് രണ്ടുപേരും വേണം പോയിട്ട് കോഴിയെ കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞോ? ഇതാണ് കൊച്ചച്ഛൻ്റെ അമ്മ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, എന്നിട്ട് കാണാം. ഹായ്, എല്ലാവരും ഉണ്ട്. ഇതൊരു പഴയ ടൈപ്പ് വീടാട്ടോ. ചുറ്റിനും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നൈസ് ഒരു അന്തരീക്ഷമാണ്. എനിക്കതേ കൊച്ചച്ഛൻ ഇവിടെ പറമ്പിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹലോ പറഞ്ഞേ. പേര് പോയോ? അങ്ങനെ പതുക്കെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇത് ഇങ്ങോട്ടാ പോണത് ആമിക്കുട്ടി? അതായത് അൻഡർസ്റ്റന്റെ അടുത്തേക്ക്, ബ്രഹ്മത്തിന്റെ അടുത്തേക്ക്. ഇനി അങ്ങോട്ടേക്കാട്ടോ പോണത്. അവിടെ പോയിട്ട് യെസ്, അവിടെ നിന്നാണ് നമ്മള് ചോറിനുള്ളത്. ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ചായിരുന്നു. എന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പൊ ഇനി അവിടെ അതെ അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴും ഒന്ന് ചാർജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയത് കേട്ടോ. അളിയന്റെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. റോക്സ് തിരിച്ചിടാൻ പോകണം. റോക്സ് തിരിച്ചിടാൻ വേണ്ടി ഉണ്ണിക്കുട്ടൻ വന്നിരിക്കുന്നു. ഗേൾസ് അവനെ ഇറക്കി വിട്ടോ. അയ്യോ, അതിനെ ഇറക്കി വിട്ടില്ല, അതിനെ അവിടെ കൊണ്ടുപോയിട്ടോ. അതിനെ അവിടെ കൊണ്ടുപോയിട്ടോ ഗേൾസ്. യെസ്, കുറച്ച് ദൂരമുള്ളൂ ഇവിടുന്ന്. പുള്ളി വണ്ടി ഇരിക്കാൻ പോണം കേട്ടോ. അല്ലെങ്കിൽ നിന്റെ കൊണ്ട് ഇതിനെ കൊണ്ട് റെഡ് കളർ അടിച്ചെന്ന് പറഞ്ഞാൽ ഓ ഇതല്ലേ റെഡ് കളർ. അടിപൊളി. നേരെ ഇറക്കിയാൽ മതിടാ, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഓടിച്ചോ. ഇവിടെ ഓടിക്കാം, ഈ ടിയാഗോടെ സൈഡിൽ ഓടിക്കാം. ഒരു റൗണ്ട് അടിച്ചിട്ട് ഇതിന് ഫ്രണ്ടിൽ കയറിയ പറയപ്പൊടി കൃഷ്ണദേവ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി വണ്ടി എടുത്തേക്കാണ്. കൃഷ്ണദേവ അടിച്ച പൊളിക്ക് വണ്ടി പൊരിക്കും. നിന്റെ നാട്ടിൽ കൂടെ അമറിനെ കാണാൻ പോണ്ടോ? വീട്ടിൽ കാണില്ല. വണ്ടി തിരിച്ചിടാൻ വേണ്ടി ഞങ്ങൾ എടുത്തായിരുന്നു. അളിയാൻ വന്ന സ്ഥിതിക്ക് ഒരു റൗണ്ട് ഓടിക്കാന്ന് വിചാരിച്ചു. അതുണ്ട് ഞങ്ങള് പോണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബ്ലോഗിലൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചായിരുന്നു. പോകാൻ വേണ്ടിയായിരുന്നു വന്നത്. ഏതായാലും ഇവിടെ വരുന്ന റൗണ്ട് അടിച്ചിട്ടില്ല. ഇനിയിപ്പം പുള്ളി ഒരു ഡ്രൈവ് എടുക്കാൻ വേണ്ടി എന്റെ അമ്മേ പുള്ളി എടുത്ത് പടച്ചോണ്ടിരിക്കുകയാണ്. ഗേൾസ് എന്ത് കുലിക്കാണ്. എങ്ങനുണ്ട്? നൈസല്ലേ? പെട്ടയോട് പെട്ടയാണ്. പേര് മാത്രം ബാക്കിയെല്ലാം നല്ലൊരു പെർഫോമൻസ്. അതുപോലെ അടിയിലൊരു ഹോണുണ്ട്. ഉണ്ടോ? വേറെ ഹോണുണ്ട് ഗൈസ്. പുതിയ ഹോൺ ഫിറ്റ് ചെയ്ത. എന്നാ ചില്ല അതിലൊന്നടിച്ചാ ഹൈ വോയിസാ. 2 ഹോണുണ്ട്. അങ്ങനെ ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പം നമ്മൾ ഉടനെ തന്നെ പോകും കേട്ടോ. കാരണം ഓൾറെഡി ലേറ്റായി. ഇനിയിപ്പം ചിറ്റയുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ നമ്മളിതേ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. അൻഡർസ്റ്റൺ തടിയെടുക്കാൻ വേണ്ടി മൂവാറ്റിലേക്ക് പോയേക്കാം. ഇപ്പം വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം വന്ന് കയറിയത് എന്നാ പരിപാടി? ഭക്ഷണം കഴിക്കാൻ പോകണം. വന്ന് കയറിയത് തന്നെ നല്ല വിശപ്പല്ലേ? ഇച്ചിരി ലേറ്റ് ആയി എത്തി. ഇപ്പം എന്താ ഇവിടെ
ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാല അടിക്കൊണ്ട് കഴിക്കണേ. അണിക്കുട്ടി അമ്മമ്മ കഴിക്കണോ? അധികം എന്തേ? അധികം വീട്ടിലാണോ? അധികം സഞ്ജുവും വന്നില്ല കേട്ടോ. അവർ വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ. കാരണം ഇത് ഓൾറെഡി കുറേ നേരത്തെ വന്നത്. അപ്പോൾ അവനെ എണീറ്റിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ വന്നില്ല. അമ്മയും കഴിക്കാൻ പോകണം. ഞാനും കഴിക്കാൻ പോവാ. എല്ലാവരും വിളമ്പി വെച്ചു. അളിയൻ അവിടെ ഇരുന്ന് കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിക്കാൻ പോവാ. അതെ കൊച്ച പോവാണ് മില്ലിലേക്ക്. കൊച്ച മില്ലി പോവാ. കൊച്ച പോകോ. അവിടെ കാർ ഷെഡും കാര്യങ്ങളൊക്കെ പണിതുണ്ട്. അത് ഞാൻ കാണിക്കാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പോവാണ്. ബ്രഹ്മദത്തൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ചുമ്മാ ആനെ കാണാൻ വേണ്ടി വന്നത്. പാപ്പാന്മാരൊക്കെ അപ്പറയാൻ കണ്ടാ തോന്നുന്നു. നമുക്ക് വിളിക്കാം. ബ്രഹ്മദത്തൻ അവിടെ ചില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. പുതിയതറിയാം. ഇവിടെയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം മാറ്റിയതേ ഇങ്ങോട്ടേക്കാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ടൊക്കെ വരാം. കഴിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് ബ്രഹ്മദത്തനെ കാണാം. ഞാൻ ഒന്നും മേടിച്ചില്ല. എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. നല്ല സദ്യ തന്നെയല്ലോ ഒരുക്കിക്കണോ. എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ നല്ല സദ്യ ഉണ്ടാക്കാറുണ്ട്. ചിറ്റ കഴിക്കൽ തുടങ്ങിയോ? ഞങ്ങളിപ്പോ കുറച്ചു നേരമായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ പൂച്ചയെ കാണാൻ പോവാണ്. ഇവിടുത്തെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ കാർ പോർച്ചും പിന്നെ ഇവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ പണിതുണ്ട്. ഒരു ഇവിടെ ആനയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പും പിന്നെ കുറച്ച് റൂമുകളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡിൽ തന്നെ. വാടാ അവനിക്കുട്ടി വാ, ഇങ്ങോട്ട് വാ. ഞാൻ പൂച്ചയെ കാണിച്ചു തരാം. വാ, പൂച്ച കാണാം. ഇതൊക്കെ ഭക്ഷണം. ഇത് സ്റ്റോർ റൂം, ആനയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്ഥലം. അങ്ങനെ മുകളിലോട്ടോ പൂച്ചയൊക്കെ. ഇതിനെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ കുറേ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൂട്ടിലിട്ടേക്കണം കേട്ടോ. എന്നെ അയച്ചു വിടും. ഇടയ്ക്ക് എൻ്റെ പിടിച്ചു വിടുള്ളൂ. അവിടെ ബ്രഹ്മത്ത് നിൽക്കുന്നുണ്ട്. നോക്കി എൻ്റെ കണ്ണു നോക്കി. അല്ല തുറക്കില്ല. ഇങ്ങോട്ട് വേണ്ട. അവനിക്കുട്ടി തോക്കൊക്കെ വെച്ചാൽ എൻ്റെ മുഖത്തേക്ക് വെള്ളം ചിരിക്കാൻ നോക്കണം. വേണ്ടോ? തുറക്കില്ല. ഇതിന്റെ നീല കണ്ണ്, ഇതിന്റെ മഞ്ഞ കണ്ണ്. ഇതിന്റെ നീല തന്നെ ആണോ? കണ്ടോ? ഡിസ്റ്റർബ് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് ആയി. അതെ അവിടെ പക്ഷികൾക്ക് വേണ്ടി ഭക്ഷണം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അത് കൊള്ളാലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. കൊള്ളാം. വാ നമുക്കിനി ഇറങ്ങിപ്പോം. അടുത്തേക്ക് അടുത്തേന്നാണ് നമ്മൾ തറവാട്ടിലേക്ക് എത്താറായി കേട്ടോ. അവർ ഓൾറെഡി ഫ്രണ്ടിൽ കാറിൽ പോയായിരുന്നു. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് വന്നത്? ഊഞ്ഞാലാട്ടാണോ? ഇങ്ങനെ കരച്ചിട്ട് എന്തിനാ കരയണേ? ഓ അതാണോ? നീ എന്തിനാ കൊച്ചിനെ കരയിക്കണേ? ഓ നല്ല കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോഴും നിങ്ങളില്ലായിരുന്നു എൻ്റെ കൂടെ? ഉണ്ടായിരുന്നില്ലേ? അപ്പം നമുക്കിവിടെ പശുവിനെ ഒന്ന് കാണാം. അന്ന് കണ്ടതല്ലേ, അത് കഴിഞ്ഞ് കണ്ടിട്ടില്ലല്ലോ. തറവാട്ടിലോ പശുവിനെ നമുക്ക് കാണാം. ഇവിടെ ഒരു പശു കൊടുല്ലേ ഇപ്പം? കാസർഗോഡ് ഉള്ളൻ അനാണ്ടോ എൻ്റെ പേര്. ഹായ്, ഹൗ ഡു 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 അണ്ണ ഉണ്ട്. ഫാനൊക്കെ ഉണ്ടോ? പക്ഷേ ചൂടൊന്നും എടുക്കില്ല. അതിനുണ്ട്. ചൂടൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പശുവിന് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടില്ല, ഇപ്പം ചൂടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഡിസ്കോ. അതുപോലെ ഇവിടെ ഒരു
ആമ്പലും പിന്നെ ഒരു ബുദ്ധനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ എടുക്കൽ വെച്ചോണ്ടിരിക്കും. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഓൾറെഡി. ഇതുണ്ടോ നല്ല സൂപ്പർ ഫ്രെയിം. നല്ല വിളിച്ചു എടുത്തെടുത്തോ. ചേച്ചി ഇല്ലാതെ ദേ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും കേട്ടോ. വേണേ വന്ന് നിന്നോ. എന്ത് ചേച്ചി എന്ത് ചേച്ചി വന്ന് നിന്നോ. ചേച്ചി നിന്നോ, നിൽക്കുവാണെങ്കിൽ ഫോട്ടോ എടുത്ത് തരാം. ആ ഇവിടെ മീനുണ്ടായിരുന്നല്ലോ. മീനുണ്ടോ എന്തോ ഇപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നു. വേണം അങ്ങോട്ട് പോകണ്ട. റൂമാ വാ മാടി. അപ്പം നമുക്ക് പതുക്കെ ഇനി വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവാം. അൻദർശനം ഇപ്പോൾ വരുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ ആനയൊക്കെ കണ്ട് ആനയ്ക്ക് വല്ലതും മേടിച്ചില്ലോ. ആനയ്ക്ക് ബിസ്ക്കറ്റ് മേടിച്ചോണ്ടോ നമുക്ക് മേടിച്ചോണ്ട് നമുക്ക് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരാം. വാ നമുക്ക് ഇവരെ അവിടെ ഇറക്കി വിട്ടിട്ട് ബിസ്ക്കറ്റും ജിലേബി മേടിച്ചോണ്ട് വരാം. വാ ഇവരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് പോയി മേടിച്ചോണ്ട് വരാം. നമ്മൾ ഇവിടെ എവിടെയാ ഹീരാറ്റോട്ടെ പനക്കപ്പാലത്ത് വന്നത്. ആനയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ജിലേബിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് വീട്ടിൽ പോയി ആനയ്ക്ക് ഇതെല്ലാം കൊടുക്കാം. എടുത്തോ റിവേഴ്സ് എടുത്തോ, കുഴപ്പമില്ല, സേഫാ. ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു വണ്ടി ഉണ്ടേ സൂക്ഷിച്ചെടുക്കണേ. നമ്മൾ ഈ ടൗണിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല തിരിച്ചാടാ പോണ്ട. ബ്രഹ്മത്തിനെ കണ്ടപ്പോഴേക്കും പേടിയാ. ഇത്ര നേരം വലിയ ഇതായെന്നല്ലോ. എടീ ഇങ്ങോട്ട് ഇറങ്ങി വാടി. അല്ലെ നിന്റെ അച്ഛനെ വിളിച്ചോണ്ടോ? അച്ഛൻ പറട്ടെ. ഞാനെങ്ങനെയൊക്കെയാ എന്റെ വ്ളോഗില് പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരാണ്ട് ഇനി ഒന്നും പറയാനുള്ളത് എടുത്തോ. ഞാൻ 2 വീഡിയോ എടുക്കും. ഇവിടെ റീൽ എടുക്കും. ഒരെണ്ണം അല്ലാത്ത ഒരെണ്ണം പാഴും. ഇവിടെ വന്നിട്ടാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടോ. ഞാൻ മേടിക്കാം. ഇവിടെ വാ, ഇവിടെ വാ, മേടിച്ച ഞാൻ കൊടുക്കാം. പിടിച്ച് കൊടുക്ക്. ഓ ബിസ്ക്കറ്റ് ആകുമ്പോ തുമ്പിക്കരി കൊടുക്കാൻ പറ്റില്ല. ബിസ്ക്കറ്റ് കൊടുക്കോ? തുമ്പികയിലും എടുത്തോ, ബിസ്ക്കറ്റ് കൊടുത്തോ, വായി കൊടുത്തോ, തുമ്പികയിലും എടുത്തോ, കൊടുക്കോ. പിള്ളേരും വഴി നമുക്ക് കൊടുക്കടാ മാവേ. ചെറിയ പഴം മതിയോ? എന്നാ കൊടുത്തോ. വാവേ ഇറങ്ങിപ്പോക്കോ. ഞാൻ ഇറക്കി കൊണ്ടുപോവാ. സുഖാണോ? സീസണൊക്കെ കഴിഞ്ഞു. എന്നാ വിശ്രമമാണോ? വിശ്രമിക്കാനായിട്ട് സമയം കിട്ടിയില്ലല്ലേ? ഇനി പരിപാടി ഉണ്ടോ എവിടെയെങ്കിലും? അല്ല അവിടെ കഴിഞ്ഞാൽ തീർന്നു. അടിയുടെ താറ കൂടെ ഇട്ട് എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആനയുടെ കൂടെ വണ്ടി നിർത്തി കൊണ്ടത്. എന്താ ആന എവിടെയാണെങ്കിൽ വണ്ടി ഇവിടെ ഒരു ഫോട്ടോയും വീഡിയോസും എടുക്കട്ടെ പോയി. ആ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ചമ്പാം. ഓ അളിയൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കൊള്ളാം. ഓക്കെ ഇവിടെ വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു. ഓ മൈ ഗോഡ്. ആ അടിപൊളി. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു വിധം അല്ലേ?
മഴയ്ക്ക് മുമ്പ് എടുക്കാൻ പറ്റിയതായാലും അന്തോഷം വരാൻ പറ്റില്ല. അവൻ എന്തോ തിരക്കായി പോയി മില്ലിൽ. ഇനി അവിടെ പോയി കാണണം. ഫോട്ടോ കാണിച്ചു അതിൻ്റെ അടിപൊളി ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഒരു കൊല്ലം കഴിയും കിട്ടാൻ. ഇതില്ല അപ്പം തന്നെ കിട്ടും. ഇത് കിടക്കാൻ ഫോട്ടോ അല്ലേ? അടിപൊളിയാണ്. നല്ല ഫ്രെയിം ഉണ്ടോ അല്ലേ? ഈ വെളിച്ചം അടിപൊളിയാണ്. അങ്ങോട്ട് വന്നേക്കാം. ഓ അങ്ങനെ അവസാനം അന്തോഷ്ടം വന്നെത്തിയിരിക്കുന്നു ഗേൾസ്. എത്ര നേരമായി നമ്മൾ കാത്തിരിക്കണോ അല്ലേ അമ്മിക്കുട്ടി? എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ട്രിപ്പായിരുന്നല്ലോ. വലിയ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാന്നോ? ആ പറയല്ലേ, ഫ്രഷ് ആയിട്ടോ. ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയി വന്നോ? ഓ എല്ലാം പെട്ടെന്നായിരുന്നു. വാവയൊക്കെ കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി. എത്ര നേരമായിരുന്നു? ഞങ്ങളൊരു 2:30 ആയപ്പോ വന്നാ. 2:30 തൊട്ട് 6:30 ആയി വന്നപ്പോ. അതെ. ഓ എ സിയുടെ റിമോട്ട് ഇവിടെ പൂഴ്ത്തി വെച്ചേക്കും. ഫുൾ കട്ടിലിന്റെ അടി വെച്ചേക്കും. ഞാൻ ഇവിടെ തപ്പി മടുത്തു അല്ലേ? നമ്മള് തപ്പി മടുത്തു അല്ലേ? യെസ്. ഇവരിവിടെ കാശി പോയതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അളിയൻ വന്നതിന്റെ കഥകൾ എന്തോ പൂജയുടെ ഇതെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്നാന്ന് പറഞ്ഞ ഇവിടെ വന്നിരിക്കണേ ട്രിപ്പ് പോയതിനെ കുറിച്ചുള്ള കഥകളാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ആരാണ്ടൊക്കെ പറയുന്നത് എടുത്തു. അവിടെ ആൾക്കാർക്ക് പൈസ കൊടുത്താൽ കയറ്റി കൊടുക്കണം. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചുമ്മാ കുറച്ച് ഫാമിലി വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ എന്നാ പരിപാടി? ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വന്നേ. ഇപ്പം വന്നപ്പോഴേക്കും ഞങ്ങൾ പോകാറായി. പുള്ളി പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ താമസിച്ചു. ഇനി ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് അങ്ങ് പോവാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ. പോവാണോ ചേച്ചാ? ബൈ. അയ്യോടാ, ഇത് വീഡിയോ എടുക്കണോണ്ടാ സ്നേഹം കൂടുതൽ അല്ലല്ലേ? നിങ്ങൾ എപ്പോഴും ഭയങ്കര സ്നേഹത്തിലാണല്ലേ? അതെ. അപ്പൊ ഓക്കെ, അമ്മ വണ്ടി കയറി നമുക്ക് പോവാം.